പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദി അമേരിക്കയാണെന്ന് റഷ്യ. ഇസ്രായേലിലേക്കുള്ള ഇറാൻ ആക്രമണത്തിന് പിന്നാലെയാണ് കുറ്റപ്പെടുത്തൽ. മേഖലയിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ ഇടപെടലുകൾ സമ്പൂർണ്ണ പരാജയമാണെന്നും റഷ്യ ആരോപിച്ചു. പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ തികഞ്ഞ നിസ്സഹായതയാണ് അമേരിക്കയ്ക്കെന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രസ്താവനകളിലൂടെ വ്യക്തമാകുന്നതെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖറോവ പറഞ്ഞു. പശ്ചിമേഷ്യയിൽ ഇടപെടുന്നതിൽ ബൈഡൻ ഭരണകൂടം സമ്പൂർണ്ണ പരാജയമാണ്. വൈറ്റ് ഹൌസിന്റെ അവ്യക്തമായ പ്രസ്താവനകൾ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിൽ തികഞ്ഞ നിസ്സഹായതയാണ് പ്രകടമാക്കുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ നീക്കങ്ങൾ 10,000-കണക്കിന് ഇരകളെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല കടുത്ത സ്തംഭനാവസ്ഥയും ഉണ്ടാക്കിയെന്ന് സഖറോവ വിശദമാക്കി. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി ദിമിത്രി ചെർണിഷെങ്കോയുടെ നേതൃത്വത്തിലുള്ള റഷ്യൻ ഔദ്യോഗിക പ്രതിനിധി സംഘത്തിന്റെ ഖത്തറിലേക്കുള്ള യാത്ര ഒഴിവാക്കിയിരുന്നു. ദോഹയിൽ നടക്കുന്ന ഏഷ്യ കോപ്പറേഷൻ ഡയലോഗിന്റെ 3ാമത് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് സംഘം ഖത്തറിലേക്ക് പോവാനിരുന്നത്. അതേസമയം ഇറാന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപനം വന്ന സാഹചര്യത്തിൽ ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തെ അനുകൂലിക്കുന്നില്ലെന്നാണ് US പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തെ പിന്തുണക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് താൻ പിന്തുണയ്ക്കില്ലെന്ന് ജോ ബൈഡൻ മറുപടി നൽകിയത്. ഇസ്രായേലുമായി തിരിച്ചടി സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന വിവരവും ബൈഡൻ സ്ഥിരീകരിച്ചു. G7 രാജ്യങ്ങളുമായും US ഇക്കാര്യത്തിൽ ചർച്ച നടത്തുന്നുണ്ടെന്നും ബൈഡൻ പറഞ്ഞു. ഇസ്രായേലിന് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട്, എന്നാൽ അത് ഏത് രീതിയിൽ വേണമെന്നത് സംബന്ധിച്ചാണ് ചർച്ചകളെന്ന സൂചനയും ബൈഡൻ നൽകി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഒഴിവാക്കണമെന്ന അമേരിക്കൻ അഭ്യർത്ഥന ഇസ്രായേൽ അംഗീകരിച്ചതായാണ് വിവരം. തെഹ്റാനിലെയും മറ്റും എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെയും സൈനിക സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതിയാണ് ഇസ്രായേലിന് മുമ്പാകെയുള്ളത്. അമേരിക്കയും ഇസ്രായേലുമായി ഇക്കാര്യത്തിൽ കൂടിയാലോചന തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ ഇറാനിൽ നിന്നും അയച്ച മിസൈലുകൾ വെടിവെച്ചിടാൻ US സഹായം നൽകിയെന്ന് ബൈഡൻ അറിയിച്ചിരുന്നു. അബദ്ധമൊന്നും കാണിക്കരുത്, USന്റെ പിന്തുണ എക്കാലത്തും ഇസ്രായേലിനുണ്ടാവുമെന്നും ബൈഡൻ പറഞ്ഞിരുന്നു. പശ്ചിമേഷ്യ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകൾക്കിടെ മേഖലയിൽ US കൂടുതൽ സൈനികരെ അടിയന്തരമായി വിന്യസിച്ചെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. 2000 മുതൽ 3000 വരെ സൈനികരെയാണ് മേഖലയിൽ എത്തിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. സൈനികർക്കൊപ്പം വൻ യുദ്ധവിമാന ശേഖരവും അധികമായി എത്തിക്കും. ഓഗസ്റ്റ് മുതൽ F-22 യുദ്ധവിമാനങ്ങളുടെ 4 സ്ക്വാഡ്രനുകളാണ് മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇവയ്ക്ക് പുറമെയാണ് അധികമായി വിമാനങ്ങൾ എത്തിക്കുന്നത്. മേഖലയിലെ US സൈന്യത്തിന്റെ സുരക്ഷയ്ക്കും ഒപ്പം ഇസ്രായേലിനെ സംരക്ഷിക്കാനുമാകും അധിക സൈനിക വിന്യാസമെന്നാണ് പെന്റഗൺ വക്താവ് സബ്രീന സിംഗ് വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിൽ 40,000 അമേരിക്കൻ സൈനികരാണ് നിലവിലുള്ളത്. പശ്ചിമേഷ്യൻ മേഖലാ ചുമതലയുള്ള സെൻട്രൽ കമാൻഡിനു കീഴിൽ 34,000 പേരുണ്ട്. ഇറാഖ്, സിറിയ, ജോർദൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയും US താവളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ സ്കൂൾ മുറ്റത്ത് കുട്ടികൾ വഴക്കിടുന്നതുമായി താരതമ്യം ചെയ്ത് US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. വളരെ മോശം അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, എന്നാൽ ഇത് അവസാനിപ്പിക്കാൻ അവർ തയ്യാറാകണം. 2 കുട്ടികൾ സ്കൂൾ മുറ്റത്ത് വഴക്കിടുന്നത് പോലെയാണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത്. ചിലപ്പോഴെല്ലാം അതിനെ അതിന്റെ വഴിക്ക് വിടണം. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. എന്നാൽ ഭയാനകമായ യുദ്ധമാണിത്. 200ഓളം റോക്കറ്റുകളാണ് ഇസ്രായേലിൽ പതിച്ചത്. ഇത് ഒരിക്കലും സംഭവിച്ചുകൂടാ. അതുകൊണ്ട് പശ്ചിമേഷ്യയിൽ US കൂടുതൽ ഇടപെടൽ നടത്തും എന്നാണ് ട്രംപിന്റെ വാക്കുകൾ. ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ബൈഡനെതിരെ വിമർശനവുമായും ട്രംപ് രംഗത്തെത്തിയിരുന്നു. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നിലവിലുണ്ടോ എന്നറിയാത്ത സാഹചര്യമാണ്. താൻ പ്രസിഡന്റായിരിക്കെ പശ്ചിമേഷ്യയിൽ യുദ്ധമുണ്ടായിരുന്നില്ല. ഇറാനിൽ അന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്നാൽ കമലാ ഹാരിസ് പണമൊഴുക്കി ഇറാനെ സഹായിച്ചു. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചേർന്ന് USനെ 3ാം ലോക യുദ്ധത്തിലേക്ക് നയിക്കുകയാണെന്നുമായിരുന്നു ട്രംപിന്റെ ആരോപണം.